ഹായ് ഫ്രണ്ട്സ് ടൂർ ഇട്ടപ്പാ ഞാൻ രാഹുലിൻ്റെ അമ്മ രാഹുലാണ് ചെക്കൻ്റെ പേര് രാഹുൽ കണ്ണത്തിക്കൽ വെച്ച രാഹുൽ പറയുന്നു സോറി അമ്മ ഞാൻ ഇനി പോയിട്ട് സംസാരിച്ച് നോക്കാം അവൾക്ക് മാരേജ് ആയി എന്ന് പറയാം രാഹുൽ പറഞ്ഞു അതെങ്ങനെ ഡിവോഴ്സ് ഞാൻ ചെയ്തു ആ ഡിവോഴ്സ് ചെയ്ത് അവളെ ഞാൻ കണ്ടിട്ട് മാരേജ് കഴിക്കും എന്ത് രാഹുൽ ഇങ്ങനെ പറയണേ അവൾ പോയി എന്താ ചെയ്യുക ഞാൻ വേറെ ആൾ നോക്കാം എന്ന് രാഹുൽ പറയായിരുന്നു അങ്ങനെ രാഹുൽ പറയുന്നത് കേട്ടിട്ട് അമ്മ ശരി ആ സ്വത്ത് എനിക്ക് കിട്ടി എങ്ങനെ ആ സ്വത്ത് എനിക്ക് വേണം എന്ന് രാഹുൽ അമ്മ പറയായിരുന്നു രാഹുലിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞ ഹീറോയിനക്ക് കുറച്ച് സ്വത്തുമുണ്ട് ആ സ്വത്ത് ആ രാഹുലിൻ്റെ അമ്മയ്ക്ക് വേണമെന്ന് ഒരു ആഗ്രഹമുണ്ട് രാഹുലിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കുറേ പ്ലാൻ ചെയ്തായിരുന്നു രാഹുൽ അമ്മ ഹീറോയിൻ്റെ ഡാഡീനോ ഇങ്ങനെ വൺ സൈഡ് ലവ് ചെയ്യാൻ വേണ്ടി ആക്ടിങ് ചെയ്തായിരുന്നു അങ്ങനെ നിങ്ങൾ ലവ് ചെയ്യുക അങ്ങനെ രാഹുലിൻ്റെ അമ്മേൻ്റെ ക്യാരക്ടർ ഹീറോയിൻ്റെ ഡാഡിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കണ്ടു കളിയിരുന്നു രാഹുലിൻ്റെ അമ്മ ഹീറോയിനെ ചപ്പിയായിട്ട് ഇങ്ങനെ കളിയാക്കിയ കണ്ട് വേറെ വഴിയില്ല രാഹുലാണ് മാരേജ് കഴിക്കുമ്പോൾ നല്ല ചെക്കനെ വഴി ആക്ടിങ് ആക്കിയത് രാഹുലിൻ്റെ അമ്മ ശരിയില്ല മോശമില്ല രാഹുൽ നല്ല ചെക്കനെ പറഞ്ഞിട്ട് മാരേജിക്ക് സമ്മതിച്ചായിരുന്നു രാഹുൽ അമ്മ അച്ഛൻ സമ്മതിച്ചില്ല അമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടാ അങ്ങനെ രാഹുൽക്ക് മാരേജ് കഴിക്കാൻ പോകുന്നത് രാഹുലിൻ്റെ അമ്മ അച്ഛൻ അമ്മ പറഞ്ഞു കേട്ട് ഹീറോയിൻ്റെ അച്ഛൻ അമ്മയ്ക്ക് സാഡായിരുന്നു എങ്ങനെയായിട്ട് മാരേജ് മുടങ്ങുമെന്ന് ഭയങ്കര എന്തെല്ലാം ചെയ്യാൻ ഓർക്കായിരുന്നു മാരേജ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ അവർ ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു വേറെ വഴിയില്ല ഒരുപാട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു രാഹുൽ അമ്മ പറയുന്നത് കേട്ട് ഷോക്കായിരുന്നു അതുകൊണ്ട് ഹീറോയിൻ അമ്മക്ക് അച്ഛനൊക്കെ ഓക്കെ അവന് വന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സമാധാനമായിരുന്നു അതെ ഇപ്പം നമ്മളെ ഹീറോയിന് സുഖം വെച്ച് പോയിരുന്ന റൊമാൻസ് സിറ്റിക്കുന്നുണ്ട് അങ്ങനെ ഹീറോയിനെ എടുത്തിട്ട് ഷുഗർ വീട്ടിൽ പോയിരുന്നു അങ്ങനെ ഹീറോയിന് അങ്ങനെ കോളേജിൽ പോകാൻ തുടങ്ങി നമ്മൾ ഷുഗർ കോളേജിൽ പോകാൻ അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി അങ്ങനെ ഹീറോയ്ക്ക് ഒരുമാതിരി ആവാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ നിൽക്കായിരുന്നു ഷുഗർ ഹീറോയിനെ നോക്കി ഒരുമാതിരി ലുക്ക് ഇടായിരുന്നു റൊമാൻസ് ഫീലിംഗ് ആയിരുന്നു ഹീറോയ്ക്ക് ഹീറോയിൻ ഹസ്ബൻഡ് അല്ലായിരുന്നു വളരെ അക്സെപ്റ്റ് ചെയ്ത ഷുഗർ ലോങ് പ്രപ്പോസ് ചെയ്തായിരുന്നു ഹീറോയിനെ ഇഷ്ടമാണ് അങ്ങനെയാണ് പറയുന്നത് നിറയെ ഗസ്റ്റ് പോലെ പറയുന്നത് ഹീറോയ്ക്കും ഷുഗർ പോലെ പിടിച്ചായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പേടിയുണ്ടായിരുന്നു അത് റിച്ച് ബോയ് അതുകൊണ്ട് എന്താ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഷുഗർ ഹീറോയിനെ ടച്ച് റൊമാൻസ് ചെയ്ത് അങ്ങനെ രണ്ടുപേരും കമ്മിറ്റായിരുന്നു അതുകൊണ്ട് ഷുഗർക്ക് വോമിറ്റ് ചെയ്യുന്നത് നാളെ കറങ്ങി വീണായിരുന്നു ടീച്ചർ എല്ലാവരും വന്നായിരുന്നു ഷുഗറിൻ്റെ ക്ലാസ്സിൽ ടീച്ചർക്ക് കോൾ വന്നായിരുന്നു ഷുഗർ ടീച്ചർ പഠിപ്പിക്കുമായിരുന്നു ഫോൺ വന്നു ഹലോ എന്ത് പറ്റി നിങ്ങളെ ഫ്രണ്ട് ഇവിടെ മാങ്ങി വീണിട്ടുണ്ട് എന്ന് പറയായിരുന്നു ഷോക്കായിരുന്നു എന്ത് പ്രിയക്ക് എന്ത് പറ്റി എന്ന് കേൾക്കായിരുന്നു ഇതൊരു ഷുഗർ കേട്ടായിരുന്നു ഷുഗർക്ക് ഷോക്കായിരുന്നു പ്രിയക്ക് എന്ത് പറ്റിയെന്ന് ഷുഗർ ഇറങ്ങിയ മാം എന്ത് പറ്റി ഇല്ലപ്പാ അവൻ മാങ്ങി വീണു എന്ന് പറയായിരുന്നു അങ്ങനെ ഷുഗർ ഞാൻ വരുന്നു മാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷുഗർ ഓടി വന്നായിരുന്നു ഷുഗർ ഓടി വന്ന് അങ്ങനെ അവിടെ ഒരു ലാബ് ഉണ്ടായിരുന്നു അത് പറഞ്ഞ മെഡിസിൻ ലാബായിരുന്നു മെഡിസിനെല്ലാം ഉണ്ട് അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്ത് ഇവൾ പറഞ്ഞിട്ടാണ് അതെ ഡോക്ടർ പറഞ്ഞ ഹീറോ ഷുഗർ ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ട് മാതിരി പറഞ്ഞ സീനിയറായിരുന്നു സീനിയർ പറഞ്ഞ ഹീറോയ്ക്ക് ഒരു ചേച്ചിയുണ്ട് ചേച്ചീൻ്റെ ഫ്രണ്ടായിരുന്നു ചേച്ചി പറഞ്ഞ ഹീറോയിൻ്റെ മമ്മീൻ്റെ ചേട്ടൻ്റെ മകൾ കൂടെ പഠിക്കുന്നതാണ് കുറച്ച് ഏജ് ഗ്യാപ്പ് പറഞ്ഞ 50 15 ഏജ് ഗ്യാപ്പുണ്ടോ 15 അത്ര ഏജ് ഗ്യാപ്പുണ്ടോ ഹീറോയിൻ ഷോക്ക് മയങ്ങി വീണായിരുന്നു അങ്ങനെ 10 ഏജ് ഗ്യാപ്പ് വന്നുകൊണ്ടോ അവർ ചോദിച്ചാൽ 10 ഏജ് ഗ്യാപ്പ് ഉണ്ടോ അങ്ങനെ ഹീറോയിനെ ഇപ്പോൾ നോക്കാം അവർക്ക് മാരേജ് ആയിരുന്നു അങ്ങനെ ഹീറോയിനെ കണ്ടിട്ട് ഓടി വന്നു എന്ത് പറ്റി ഒന്നില്ല മാം അത് എന്ന് പറയാറ് അങ്ങനെ ഹീറോയിനെ ചാനൽ പറ്റിയ ഷോക്ക് വന്നു എന്ത് പറ്റിയത് കംഗ്ലസ് ബായും വിജയുടെ വൈഫ് അത് പറയുന്നു ഷുഗർക്ക് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഹീറോയി കോളേജിൽ ഒന്ന് വരണ്ട എന്ന് പറഞ്ഞു ഷുഗറിൻ്റെ കോളേജാണ് ഹീറോയ്ക്ക് അത് മനസ്സിൽ ഷോക്കായിരുന്നു ഷുഗർ ചിരിക്കുകയായിരുന്നു എന്താ ഷുഗർ എന്നറിയാതെ എനിക്ക് ആക്ടിങ് ചെയ്യാം അങ്ങനെ ഷുഗർ ഹീറോയ്ക്ക് ഭയങ്കര കെയറിങ് ചെയ്ത് തുടങ്ങിയായിരുന്നു ഷുഗർ പറയുന്നത് ഒരു വീട്ടിൽ ഞാൻ കോളേജ് പഠിക്കാമെന്ന് അങ്ങനെ ഷുഗർ വീട്ടിലേ ഉള്ള ഹീറോയിൽ കൂടെ ഉണ്ടായിരുന്നു ഹീറോ കോളേജ് പറഞ്ഞ ഹീറോ നല്ല ഓൺലൈനാണ് ഷുഗർ പഠിക്കാറുള്ളത് അതിനെ കൊണ്ട് അങ്ങനെ ഷുഗറിൻ്റെ ഒരു സെക്രട്ടറിയാണ് ആ സെക്രട്ടറിയാണ് ടീച്ചർ ക്ലാസ് പഠിപ്പിക്കുന്നത് ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്ത് ആ ടീച്ചർ സംസാരിക്കുന്നതെല്ലാം കേൾക്കാൻ വേണ്ടി ആ ടീച്ചർ പറഞ്ഞു ഷുഗർക്ക് വേണ്ടിയിട്ട് സാറില്ലാന്ന് ഷുഗറുടെ കോളേജ് അതുകൊണ്ട് പറയുന്നതെല്ലാം മനസ്സിലാകാൻ വേണ്ടി മൈക്ക് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞു ഷുഗർ ശരി ഏതേ ക്ലാസ് ആയി അങ്ങനെ ഫോൺ വന്നു ഷുഗർക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷുഗറിൻ്റെ ഫ്രണ്ട് വന്ന് ഇവിടെ ജോയിൻ ചെയ്തായിരുന്നു ജെ ഹോപ്പ് വന്ന് ആറം വന്ന് ഇവിടെ ജോയിൻ ചെയ്തത് ഷുഗർ ഇപ്പോൾ വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഷുഗറിൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ഞാനില്ല ഇവനില്ല ഞങ്ങളിക്കില്ല പറഞ്ഞ് അവർ വന്ന് ജോയിൻ ചെയ്തു അങ്ങനെ ആയിട്ട് ഹീറോ ഷുഗറും കൂടെ ഒറ്റയുകൊണ്ടുണ്ട് ഷുഗർ പറയായിരുന്നു മച്ചാ അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനായിരുന്നു 2 ഫ്രണ്ട്സ് പഠിക്കുന്നത് ബിസിയാണ് രണ്ടുപേരും പഠിച്ച് ഗെയിംസ് അതിന് പോയായിരുന്നു ഹീറോയിനെ സൈറ്റ് അടിക്കുമ്പോൾ അവർ ഭയങ്കര പഠിക്കുന്നത് ബിസിയാണ് ആറും പഠിക്കുന്ന ജേഹബ് ഗെയിം പറഞ്ഞ് പോയായിരുന്നു ഡാൻസ് ഗെയിം എന്ന് പറഞ്ഞ് അങ്ങനെ ഡേയ്സ് ഹീറോയ്ക്ക് ബേബി നല്ല ക്യൂട്ടായിട്ട് ജനിച്ച്
ഒരു ബോയ് ബേബി. ഷുഗർക്ക് ഭയങ്കര ഹാപ്പി. ഫോട്ടോ തരുമ്പോൾ അതെ ഷുഗറിൻ്റെ കയ്യിൽ ബേബി കൊടുത്തു. ഷുഗർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി ടീയേഴ്സാണ്. ഷുഗർ ഭയങ്കര ഹീറോയിനെ കെയറിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഷുഗർ ഭയങ്കര ബേബിനെ നന്നായിട്ട് കെയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ പറയായിരുന്നു എൻ്റെ ബേബി എന്ന് പറഞ്ഞ് ഷുഗർ ചിരിക്കുകയാണ്. ഹീറോയിൻ നോക്കി ഷുഗർ നോക്കി സ്മിറക് ചെയ്തായിരുന്നു. എന്താ യുങ്കി എന്ന് പറയായിരുന്നു. ഷുഗർ ചിരിക്കായിരുന്നു. ഡാൻസ് ഡാർലിങ് എന്ന് പറയുന്നത്. അങ്ങനെ ബേബിനെ നല്ല കൊഞ്ചാണ് ഡേയ്സ് പോകാൻ തുടങ്ങി. ഷുഗർക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഷുഗർക്ക് ഗ്രാജുവേറ്റ് വരാൻ പോയായിരുന്നു. ഷുഗർക്ക് ഗ്രാജുവേറ്റ് ടീം വന്നായിരുന്നു. ഷുഗർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ മാസ്റ്റർ ഡിഗ്രി എന്നായി പഠിച്ചു കഴിഞ്ഞായിരുന്നു. അങ്ങനെ അങ്ങനെ ബേബി വളർന്നു വലുതായി. ഷുഗർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ ഹീറോയിനെ കണ്ട് ഹീറോയിൻ ചിരിച്ചിട്ട് നോക്കായിരുന്നു. അതെ ഹീറോയിന് കയ്യിൽ ട്വിൻസ് ബേബി ഉണ്ടായിരുന്നു. ഷുഗർക്ക് പഠിച്ചിട്ട് കഴിഞ്ഞ് അതെ ഷുഗറിനെ നോക്കി രണ്ട് ഫ്രണ്ട്ഷിക്ക് ഷാക്കായിരുന്നു. മച്ചാ എന്താടാ നടക്കുന്നത് ട്വിൻസ് പറഞ്ഞ ഷുഗർക്ക് ട്വിൻസാണ് ജനിച്ചത്. ഷുഗർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബി ജനിച്ചായിരുന്നു. ഷുഗർ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോ ബേബീസ് ഇങ്ങനെ കൊഞ്ചുണ്ട്. രണ്ട് ബേബീസ് ഹീറോയിൻ്റെ കയ്യിലൊരു ബേബിയും ബോയ് ബേബി. ഷുഗറിൻ്റെ കയ്യിൽ ഗേൾ ബേബി കൊടുത്തു. ഷുഗറിൻ്റെ മമ്മിയുടെ കയ്യിലോടായിരുന്നു. ഷുഗർ വന്ന് മേങ്ങിയായിരുന്നു. അങ്ങനെ ഫാമിലി ഫോട്ടോസ് എടുത്തായിരുന്നു. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഷുഗർ ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങിയാണ്. ബേബീസ് എല്ലാം വളർന്ന് വലുതായി. അങ്ങനെ 3 പേര് വഴക്കുണ്ടാക്കി. ഡാഡി ഉണ്ട് ഹീറോയിൻ എന്താ അവിടെ നടക്കുന്നതിന് ഹീറോയിൻ വഴക്കുണ്ടായിരുന്നു. മമ്മി ഇവിടെ നോക്കുക എനിക്ക് പോകണോ സ്കൂൾക്ക്. ഇവൻ പറഞ്ഞ് കേൾക്കില്ല. എന്നാൽ രണ്ട് കുട്ടികൾ തല്ലാക്കായിരുന്നു. ട്വിൻസായിരുന്നു. അങ്ങനെ വലിയ കുട്ടി വന്നു എന്താടാ ചെയ്യുന്നത്. ഇല്ല ചേട്ടാ നോക്കൂടാ ടോർച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 2 കുട്ടി കരിയുന്ന കേട്ടായിരുന്നു. അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ 2 കുട്ടി കരിയായിരുന്നു. അതെ ഷുഗർ നോക്കുമായിരുന്നു. ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബി. ഏതൊരു 2 ഗേൾ ട്വിൻസ് അല്ല കുറച്ച് വലുതാ പറഞ്ഞു. ഒരു വയസ്സിൻ്റെതും പിന്നെ 4 വയസ്സിൻ്റെ കുട്ടിയുണ്ട്. 2 കുട്ടികൾ പോയി കൊഞ്ചം ഷുഗർ പറയായിരുന്നു. അങ്ങനെ അവർ പോയി എല്ലാക്കുന്ന അവർ ബേബീന് പോയിട്ട് സമാധാനമാക്കിയത്. ഇത് കണ്ട് ഹീറോ ചിരിക്കുകയായിരുന്നു. ഷുഗർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹാപ്പി ഫാമിലി ആയിരുന്നു. അവർ ഫോട്ടോ എടുക്കാൻ പറഞ്ഞായിരുന്നു. ഫോട്ടോ എടുത്ത് ഹാപ്പി എൻഡിങ് സ്റ്റോറി.